വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അമ്പുട്ടി സ്കൂളിലേക്ക് പോകണില്ലേ. അപ്പൊ നമ്മുടെ അമ്പുട്ടീന്റെ സ്കൂൾ പർച്ചേസിങ്ങിന് പോവാണല്ലേ. എവിടേക്കാ പോണേ? എവിടേക്കാ പോണേ? നെസ്റ്റോ. അപ്പൊ നമുക്ക് പോവാം. പറ. ഹലോ, ഇങ്ങോട്ട് നോക്കിട്ട് പറ. ബാഗ് മാത്രം മതിയോ? എന്തൊക്കെ വേണം? ഇങ്ങോട്ട് നോക്കിട്ട് പറയടി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ അമ്പുട്ടി സ്കൂളിൽ പോവാണ് കേട്ടോ. ആളുടെ സ്കൂൾ പർച്ചേസിങ്ങിന് പോവുകയാണ്. നമ്മൾ പെരിന്തൽമണ്ണയ്ക്കാണ് കേട്ടോ പോണത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നെക്സ്റ്റോക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9-9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റോന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിലൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റോക്കാണ് പോണത്. പക്ഷേ നമുക്ക് അവിടെ നിന്നെല്ലാം കിട്ടിയില്ല കേട്ടോ. എനിക്ക് ബാഗും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനൊരു മോഡൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്കും അങ്ങനത്തെ വേണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ 1-2 നോക്കിയിട്ടോ. പിന്നെ ഇതുപോലത്തെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം വലുതാണ്. ചെറുതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, വലുതാണ് അവൾക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ വലുതിട്ട് കഴിഞ്ഞാൽ ആളെ കാണാനും ഇല്ല. അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് അവിടെ നിന്ന് എടുത്തില്ല. കണ്ടോ, ഇത് വേണോ ചോദിച്ചപ്പോൾ ഇത് വേണ്ട, ഇത് ഇഷ്ടമായില്ല എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. കണ്ടോ, ഏറ്റവും വലുതാണ് അവൾക്ക് വേണ്ടത്, പക്ഷെ അത് അവൾക്ക് സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുട എടുത്തു. പിന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ പോന്നു കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മുടെ സ്കൂൾ പർച്ചേസിങ് പാളിപ്പോയി. കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടോ. കാരണം മിഠായിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഡേയിലെ വിശേഷം കാണാം. എങ്ങടാ പോണേ? അത് നമുക്ക് ഇന്നലെ ബാഗ് കിട്ടിയില്ല അല്ലേ. ഡേ 2 ആണ് അമ്പുട്ടീൻ്റെ സ്കൂൾ പർച്ചേസിങ്. എന്താ കയ്യില് കുട്ടിച്ചേർത്തിനെയും കൊണ്ടൊക്കെ ഇങ്ങോട്ടാ. പിന്നെ എങ്ങടെ പോണേ? ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് തന്നെ പോണേ. ഇന്നലെ ഞങ്ങൾ നട്ടപ്പാതിരയ്ക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കിട്ടി, കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ബാഗും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാൻ പോവാ അല്ലേ. ഓക്കെ ശല്ലടി പെണ്ണേ, ഇത് മറ്റേ വീഡിയോന്റെ ബാക്കിയാണ്. കുഞ്ഞു തുമ്പി കുഞ്ഞു. നമുക്കങ്ങനെ സെക്കൻഡ് ഡേ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ചതും അവൾക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ബാഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് പോകേണ്ടത് മാർക്കറ്റ് സിറ്റിക്കാണ് കേട്ടോ. അവൾക്ക് 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂണിഫോമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ തലയെവിടെ വാലെവിടെ എന്ന് കിട്ടാണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ അമ്പുട്ടി ഒറ്റയ്ക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഏട്ടൻ ആ ഒരു ഡ്രസ്സ് വെക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാർക്കറ്റ് സിറ്റി പോയാൽ അമ്പുട്ടീൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാണ്ട് പോരാറില്ല. അവൾക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്സ കോർണറിൽ പോയിട്ട് പിസ്സയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അത് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അവൾക്ക്. അവിടെ ആ ടോയ് ഉണ്ടല്ലോ വണ്ടി, അതിൽ കയറാനുള്ള വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മുകളിൽ നിന്ന് ലിഫ്റ്റിൽ താഴെ എത്തി. പക്ഷേ അവൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് അവിടെ പോയി. പക്ഷെ അവിടെ ആളുണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കുന്ന ഏട്ടനോട് ചോദിച്ചപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അമ്പുട്ടീൻ്റെ സ്കൂൾ പർച്ചേസിങ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.